ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ്. നമുക്ക് ആരംഭിക്കാം. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ. ഇതിൽ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് നർമ്മദ നദിയും താപ്തിയും പതിക്കുന്നത്. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ നദികൾ പ്രധാനമായും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ നർമ്മദയും താപ്തിയുമാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. എന്നാൽ ഗംഗാ നദി പൂർണ്ണമായും ഇന്ത്യയിലൂടെ അല്ല ഒഴുകുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയായി തീർന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? നാസിക്. മഹാരാഷ്ട്രയിലെ നാസിക് എന്ന നഗരമാണ് ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന് പ്രസിദ്ധമായ സ്ഥലമാണ് നാസിക്. ആന്ധ്രാപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജിര, ശിവാനി, ശബരി, പെൻഗംഗ. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജിര, ശിവാനി, ശബരി, പെൻഗംഗ എന്നിവയാണ്. ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന കണ്ടൽക്കാട് ഏതാണ്? കൊറിങ്ക കണ്ടൽക്കാട്. ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് കൊറിങ്ക കണ്ടൽക്കാടാണ്. ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നാസിക്കിലെ ത്രയംബക് കുന്നുകൾ. ഗോദാവരി ഉത്ഭവിക്കുന്നത് നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നുമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്ന് ചോദിച്ചാൽ ഗോദാവരിയുമാണ്. ഗോദാവരി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ. ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ രണ്ടെണ്ണമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. ഇവിടെ നിങ്ങൾ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചോദ്യം ശ്രദ്ധിക്കുക. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അതുപോലെ ഹിമാലയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാലും സിന്ധുവാണ്. എന്നാൽ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയിൽ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും നർമ്മദയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദ നദിയാണ്. വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദ. വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്.
മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ നദി. അതുകൊണ്ട് തന്നെ നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി നർമ്മദ നദിയാണ്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദ. സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഈ പരിസ്ഥിതി സംഘടന സ്ഥാപിച്ചതാരാണ്? മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് മേധാ പട്കറാണ്. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നർമ്മദ സേവാ മിഷൻ. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നർമ്മദ സേവാ മിഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കൻഹ നാഷണൽ പാർക്ക്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ സമീപത്തായിട്ടാണ്? നർമ്മദ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ. ഇത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദ നദിയുടെ സമീപത്തായിട്ടാണ്. അതായത് ഗുജറാത്തിലെ സർദാർ സരോവർ ഡാമിലുള്ള സാധു ബൈറ്റ് നദീദ്വീപിലാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഹോഷംഗാബാദ്, ജബൽപൂർ. നർമ്മദ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഹോഷംഗാബാദും ജബൽപൂരുമാണ്. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബെഞ്ചാർ, ഷേർ, ഹിരൺ. ഇതിൽ താവയാണ് നർമ്മദ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ ഏറ്റവും വലിയ പോഷക നദിയാണ്. ബെഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവയും നർമ്മദ നദിയുടെ പോഷക നദികൾ തന്നെയാണ്. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? താപ്തി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി താപ്തി നദിയാണ്. ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? താപ്തി. ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദയാണ്. രണ്ടാമത്തെ വലിയ നദി താപ്തിയാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി നദിയാണ്. താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം ഏതാണ്? സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഉക്കായി, കാക്രപ്പാറ. ഉക്കായി, കാക്രപ്പാറ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. താപ്തി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് ഈ താപ്തിയും നർമ്മദയും എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് നദികളും പതിക്കുന്നത് അറബിക്കടലിലാണ്. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തി. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഹിരാക്കുഡ് വെള്ളച്ചാട്ടം, അതുപോലെ ഹിരാക്കുഡ് അണക്കെട്ട് ഇവ സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയാണ്. ഹിരാക്കുഡ് അണക്കെട്ട് വളരെ പ്രസിദ്ധമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്?
തെഹരി ഡാമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ മഹാനദിയിലാണ്. മഹാനദിയുടെ ഏറ്റവും പ്രധാന പോഷക നദി ഏതാണ്? ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും പ്രധാന പോഷക നദി ഷിയോനാഥാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥാണ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതാണ്? കട്ടക്ക്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം കട്ടക്കാണ്. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ഏതാണ്? ദേവി നദി. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാന കൈവഴി ദേവി നദിയാണ്. മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. മഹാനദിയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാണ്? പാരദ്വീപ് തുറമുഖം. ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഗോദാവരിയാണ്. ഇവിടെ പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി കൃഷ്ണയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. 2ാം സ്ഥാനം കൃഷ്ണ നദിക്കാണ്. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര. കഴിഞ്ഞ VU എക്സാമിന് ചോദ്യം വന്നതാണ് ഭീമ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന്. അപ്പോൾ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തുംഗഭദ്ര. ചിലപ്പോൾ വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഏത് നദിയുടെ തീരത്താണെന്നായിരിക്കും ചോദിക്കുക. ഏത് നദിയാണ്? തുംഗഭദ്രയാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? തുംഗഭദ്ര. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി തുംഗഭദ്രയാണ്. കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം ഏതാണ്? വിജയവാഡ. കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡയാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരിയിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരിയാണ്. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരിയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രം പദ്ധതി. ഈ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. 1902 ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി നിലവിൽ വന്നത്. ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടക, കേരളം. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടകം, കേരളം എന്നിവയാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പോഷക നദികൾ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? സുവാരി. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? സുവാരിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ഡോവി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവി നദിയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൊയ്ന.
മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൊയ്ന നദിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയ സിലബസിലെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.